ഈ ഒരു ഈസി ചെയറുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ പാർസൽ ചെയ്യണ ഈസി ചെയറുകളാണ് ഇപ്പൊ ഇത് വരുന്നത്. ഇത് കുറച്ച് പ്രീമിയം ടൈപ്പ് വരുന്നതാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കയറ്റി വിടാനുള്ളതാണ്. ഇതിപ്പോ ഒരു തൃശ്ശൂർക്കുള്ളതാണ്, തിരുവനന്തപുരത്തേക്കുള്ളതാണ്, പൊള്ളാച്ചിക്കുള്ള ആ ഒരു രീതിയിൽ തമിഴ്നാട്, കർണാടക ആ ഒരു രീതിയിലൊക്കെ കയറ്റി വിടാനുള്ള ഈസി ചെയറുകളാണ് ഇത് വരുന്നത്. ഇത് പിന്നെ കപ്പോൾട്ടാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ കപ്പോൾട്ടാണ് വരുന്നത്. ഇത് സാധാ നോർമലാണ്, സപ്പോർട്ട് അല്ലാത്ത രീതിയിൽ വരുന്നതാണ്. പിന്നെ സിമ്പിളായിട്ട് വരുന്നുണ്ട്, സീലന്റും റീപ്പർ വരുന്നതായിട്ട്. ഇത് റീപ്പറായിട്ട് വരുന്നതാണ്. ഇതും അത്യാവശ്യം സെയിൽ ചെയ്ത് പോണ മോഡൽ തന്നെയാണ്. ഇതിങ്ങനെ റീപ്പറായിട്ട് വരുന്ന ഈ ഒരു രീതിയിലൊക്കെ ഇരിക്കാൻ പറ്റിയത്. ഇത് നമ്മൾ കുറേ വീഡിയോ ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഇതും സിമ്പിളായിട്ട് പോണ മോഡൽ തന്നെയാണ്. ഇതും ഒരു മോഡൽ തന്നെയാണ്. ഇത് ഓൾഡ് ഈസ് ഗോൾഡ് പറയും. പണ്ട് മുതലേ ഇപ്പോഴും സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണിത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പല രീതിയിലും ആക്കാം. ചിലപ്പം ഒന്നുകൂടി വൈഡായിട്ട് കിടക്കുന്ന രീതിയിലൊക്കെ ആക്കാൻ പറ്റിയൊരു മോഡലാണ്. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി വൈഡായിട്ട് അങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഞാൻ ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ച് എഴുതണമെങ്കിലും ഇതാക്കണമെങ്കിലും ഒക്കെ ഇതിനെ ഉപയോഗിക്കാം. റൈറ്റിംഗ് പാഡ് വെച്ചാട്ടൊക്കെ എഴുതി ആ ഒരു രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഈസി ചെയറാണ്. പിന്നെ ഇത് ഫുള്ള് മടക്കി ഉപയോഗിക്കാനും പറ്റും. ഈ സാധനം നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഈ രണ്ട് സാധനം നമുക്ക് മടക്കി വെച്ച് എവിടെയെങ്കിലും ഒക്കെ മാറ്റി വെക്കണമെങ്കിൽ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ രണ്ട് ഈസി ചെയർ വരുന്നത്. പിന്നെ ഇതിങ്ങനെ ഫിക്സിങ് തന്നെയാണ് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിച്ച് പാർട്സാക്കി ഉപയോഗിക്കാം. ഏറ്റവും ബെറ്റർ ഇങ്ങനെ കൊണ്ടുപോകണം തന്നെയാണ്. പിന്നെ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അടങ്ങാറാവുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തന്നെയാണ് കൊറിയർ ചെയ്യല്. ഈ രണ്ട് ഈസി ചെയറിൽ ചെറിയ വ്യത്യാസം, ഒന്ന് ഈ കപ്പ് ഹോൾഡിന്റെ വ്യത്യാസം, ഈ മാഗസിൻ ഹോൾഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ബെൽറ്റ് വരുന്നത്, കപ്പ് ഹോൾഡ് ഉള്ളതിന് 3 ബെൽറ്റ് ആക്കിയിട്ടാണ് ചെയ്യണത്, ഇതിന് 2 ബെൽറ്റ് ആക്കിയിട്ടാണ് ചെയ്യണത്. പിന്നെ ഒരുപാട് പേര് ഈസി ചെയർ വിൽക്കുന്നുണ്ടാവും ഇതിലാണ്. നമ്മൾ പിന്നെ ഫുള്ള് ക്വാളിറ്റി രീതിയിലാണ് സെയിൽ ചെയ്യുന്നത്. ഇത് ഒക്കെ നല്ല കനത്തിലാ ചെയ്യാം. ചിലവർ ഇവിടെ വരെ ഈ കനത്തിലുള്ള റീപ്പറാണ് കൊടുക്കുക, ചവിട്ടിന് വരെ. പിന്നെ ഈ റീപ്പർ ഉരുത്തിയിട്ടാണ് കൊടുക്കുക. ഉരുത്തി കൊടുക്കുമ്പോൾ അതിന്റെ മെച്ചം എന്താ വെച്ചാൽ വീതി കുറഞ്ഞ റീപ്പറുകൾ മതി. ഈ റീപ്പർ ഇത് നമ്മൾ പരത്തിയായിട്ടാണ് കൊടുക്കുക. ആ പരത്തി കൊടുക്കുമ്പോൾ ഇരിക്കാനും ഇതിനൊക്കെ നല്ല കംഫോർട്ടും ഉണ്ടാവും, നല്ല സപ്പോർട്ടും ഉണ്ടാവും. ഉരുത്തി കൊടുക്കുമ്പോൾ ബാക്കിൽ ചെറിയ പ്രസ്സിങ് വരാൻ സാധ്യത, അപ്പൊ ഇരിക്കുമ്പോൾ അത്ര കംഫോർട്ട് കിട്ടില്ല. അതാണ് ഈ പരത്തി കൊടുത്താൽ കിടക്കാനൊക്കെ നല്ല കംഫോർട്ട് ആയിക്കാരം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യല്. പിന്നെ മാക്സിമം കട്ടിങ് കനത്തിൽ തന്നെയാണ് ചെയ്യല്. അത്യാവശ്യം ക്ലിയർ സാധനം തന്നെ ഉണ്ടാക്കല്. ഈ രണ്ട് ഈസി ചെയറിന്റെയും വുഡിന്റെ തിക്നെസ് ഒരേ കനത്തിൽ തന്നെയാണ് വരുന്നത്. ഇതാണെങ്കിലും ഇതുമേ വരുന്ന റീപ്പർ ആണെങ്കിലും ചവിട്ടിന് വരുന്നതാണെങ്കിലും മൊത്തത്തിലും ഒരു ഹാൻഡലിന്റെ വ്യത്യാസം, ഈ ബെൽറ്റിന്റെ വ്യത്യാസം, ആ ഒരു രീതിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ തിക്നെസ് ഒക്കെ ഫുള്ള് ഒരേ കനത്തിലാണ് വരുന്നത്. ഇതേപോലെയുള്ള ഈസി ചെയർ നിങ്ങൾക്ക് പാർസൽ വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോക്ക് അകത്ത് ഉൾപ്പെടുത്തിന്. അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ ഇനി കേരളത്തിലാണ് എവിടെയാണെങ്കിലും, കേരളത്തിന് പുറത്ത് അതർ സ്റ്റേറ്റ് ആണെങ്കിലും അതിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൊറിയർ അയച്ചു തരാൻ കഴിയുന്നതാണ്. പിന്നെ ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കറക്റ്റ് അഡ്രസ്സും പിൻകോഡും കറക്റ്റ് ഫോൺ നമ്പറും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊത്തം നിങ്ങളെ ഡോർ ഡെലിവറി നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തിച്ചേരും. ആ ഒരു രീതിയിലാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതേമാതിരി ചുറ്റുഭാഗത്ത് നമ്മളെ അഡ്രസ്സ് കറക്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കും. ചുറ്റുഭാഗത്തും പാക്ക് ചെയ്ത്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു പ്രശ്നം വരില്ല. സാധനം കറക്റ്റ് ഓരോരുത്തർ ഓർഡർ ചെയ്യുന്ന സാധനം കറക്റ്റ് അപ്പം തന്നെ പാക്ക് ചെയ്തിട്ട് ഇതാക്കി കൊറിയർ സ്പോട്ട് കയറ്റി വിടലാണ്.